പോളിനോമിയലിൻ്റെ ചാപ്റ്ററിലെ റിവിഷനാണ് നമ്മൾ തുടരുന്നത്. ഓക്കെ, നമുക്കിവിടുത്തെ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. x² + 2x + 3. ഓക്കെ, ഈ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയലാണ് അല്ലേ? എന്ത് ടേംസിലാണ്? ഇൻ ദ ടേംസ് ഓഫ് എക്സ് ആണ് ഇതിൽ വേരിയബിൾ അല്ലേ? അപ്പോൾ p of x is equal to x² + 2x + 3. ഇതിൻ്റെ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എത്രയാണ്? x⁻², x⁻1 അല്ലേ? ഇത് x⁻1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, ഇത് ഹയസ്റ്റ് ഡിഗ്രി ഏതിനാണോ അതാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ആണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇപ്പോൾ 2 ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് 2x, p of x is equal to 2x + 3 ആണ്. ഇത് x⁻1 മാത്രമാണുള്ളത്. സോ ഇതാണ് ഹയസ്റ്റ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലെ വിളിക്കുന്ന പേര് ലീനിയർ പോളിനോമിയൽ എന്നാണ്. ലീനിയർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലീനിയർ പോളിനോമിയൽ എന്നാണ് പറയുന്നത്. ബിക്കോസ് അതിന് ഡിഗ്രി 1 ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് p of x x⁻3 + 2x² + 3x + 4 ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നോക്കൂ. x⁻3, x⁻2, x⁻1. അപ്പോൾ ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? 3 ആണ് അല്ലേ? സോ ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത് ക്യൂബിക് പോളിനോമിയൽ എന്നാണ്. ഓക്കെ, ക്യൂബിക് പോളിനോമിയൽ എന്നാണ്. ഇതും ഇൻ ദ ടേംസ് ഓഫ് എക്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇൻ ദ ടേംസ് ഓഫ് വൈ കാണാം കേട്ടോ. അതായത് y⁻3 + 2y + 3. ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഓക്കെ, x⁻1ഉം x⁻2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം 2 എവിടെയെന്ന്. അപ്പോൾ 2ന് നമുക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ആ y എന്ന് പറഞ്ഞ ടേം അവിടെ ഇല്ല. അത് 0 ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഓക്കെ, അപ്പോൾ y⁻3 ആണ് ഇതിൽ ഹയസ്റ്റ്. സോ ഇതിനെ നമുക്ക് ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കാം. അപ്പോൾ ഏത് ആൽഫബറ്റാണോ അവിടെ വേരിയബിളായി വരുന്നത് അതിൻ്റെ ടേംസിൽ, അപ്പോൾ p of y, ഇനി p of s ആണെങ്കിൽ p of s, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കോമൺലി നമ്മൾ എടുക്കുന്നത് p of x-ഉം p of y ആണ് എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന വേരിയബിൾസ്. നമുക്ക് ഏത് ആൽഫബറ്റ് വേണമെങ്കിൽ എടുക്കാം. കുട്ടികൾ അങ്ങനെ ചോദിക്കാറുണ്ട്, ഈ എക്സും വൈ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ല, ഏത് ആൽഫബറ്റ് വേണമെങ്കിലും നമുക്ക് വേരിയബിളായിട്ട് എടുക്കാം. എക്സ് അല്ലെങ്കിൽ വൈ, എസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ഒരു വേരിയബിൾ, അതിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ആ അറിയില്ലാത്ത വാല്യൂവിന് നമ്മൾ എക്സ് എന്നും വൈ എന്നൊക്കെ പേര് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ?